ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, SI ആയതിനു ശേഷം വേണം അനന്തപുരിയിൽ നടന്ന ചില കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ. അതിപ്പോൾ എൻ്റെ വീട്ടുകാരുടെ തലയിലാണ്, അതങ്ങനെ ശരിയാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ തുഷാര ചോദിക്കുന്നുണ്ട്, അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ തെളിയിച്ച് കള്ളി അനാമികയാണ് എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അനിയെ നിനക്ക് കിട്ടുമോ, അതല്ലേ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറയും. നേരെ തുഷാര പറയുന്നുണ്ട്, നിൻ്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാം. ഒരു ദിവസം അനി ഒരു 10-30 മിസ് കോളെങ്കിലും നിനക്ക് വരും. ആ കോളുകളൊന്നും നീ എടുക്കുന്നില്ല എങ്കിൽ പോലും അങ്ങനെയോ കുറേ കോളുകൾ വന്നില്ല എങ്കിൽ നിനക്ക് ടെൻഷനാണ്. നീ രാത്രിയിൽ ഉറങ്ങാതിരുന്ന് ചിന്തിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതിന് കാരണം നീ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൻ നിന്നെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ അതല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം എനിക്ക് അങ്ങനെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് നന്ദു. നേരെ തുഷാര പറയുക, നമ്മൾ രണ്ടുപേരും സെയിം പ്രായക്കാരാണ്, അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിൻ്റെ മനസ്സ് ഈ പ്രായത്തിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ നന്ദു ഒന്നും മിണ്ടാതെ ഇങ്ങനെ അപ്പുറത്തേക്ക് പോവുകയാണേ. അപ്പോൾ തുഷാര പറയും, ഞാനീ പറഞ്ഞതിനെപ്പറ്റി നീ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, ഓ അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നും പറയും. പിന്നെ കാണിക്കുന്നത് നവ്യാണ്. നവ്യ മോനെ ഇങ്ങനെ ഉറക്കി കിടത്തിയിട്ട് ഇങ്ങ് പോരുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജ ചെല്ലും. എന്നിട്ട് പറയുകയാണ്, നീയും മോനോട് ഇങ്ങോട്ട് വന്നിട്ട് ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും പ്രാധാന്യം തരുന്നുണ്ടോ? നിന്റെ മോനെ കളിപ്പിക്കാൻ ഇവിടെ ആർക്ക് സമയമില്ല. ഏതാണ്ട് പുറംപോക്കിൽ നിന്ന് വന്നതുപോലെയാണ് എല്ലാവരുടെയും ചിന്ത. നീ ഒന്ന് പോയി നോക്കിക്കേ, അവിടെ അച്ഛനും അമ്മയും ആദർശിൻ്റെ മോളെ ഇങ്ങനെ നടുക്ക് കയറ്റി ഇരുത്തി കളിപ്പിക്കുക. അവൾക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അതിവിടുത്തെ കൊച്ചുമോൾ തന്നെയല്ലേ എന്ന്. അന്നേരം ജലജ് പറയും, എന്ത് കൊച്ചുമോള്? ആദർശന് വേണ്ടാത്ത രീതിയിലുണ്ടായ ഒരു കൊച്ച്, അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മിക്കവാറും ഇനി ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത അനന്തരാവകാശി എന്ന രീതിയിൽ കൂടുതൽ പ്രാധാന്യം അതിന് തന്നെ ആയിരിക്കും കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ശരിയാകുന്നത്? എല്ലാവർക്കും ഒരുപോലെയല്ല. അപ്പോൾ ജലജ പറയും, അങ്ങനെയൊന്നുമല്ല, ഇവിടെ പലർക്കും പല നിയമങ്ങളാണ്. ഇന്ന് തന്നെ നിന്റെ അച്ഛനും അമ്മയും എന്ത് സന്തോഷത്തോടെയാണ് ഇങ്ങോട്ട് കൊണ്ടുവിട്ടത്. അവരിങ്ങോട്ട് വരുമ്പോൾ സന്തോഷത്തോടെ ആയിരുന്നു. പക്ഷേ തിരിച്ചു പോയത് എങ്ങനെയാ? ഇപ്പോൾ നിന്റെ വീട്ടിലൊന്ന് വിളിച്ചു നോക്കിയേ, മിക്കവാറും മരണവീട് പോലെ ആയിരിക്കും. അങ്ങനെയാക്കി കളഞ്ഞില്ലേ ഇവരെല്ലാവരും കൂടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ നേരാ. പക്ഷേ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ. എനിക്കിപ്പോൾ ആദർശേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യനെ കാണുന്നത് തന്നെ വെറുപ്പാണ് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അന്നേരം ജലജ ഒന്നുകൂടി ഇങ്ങനെ ഡോസ് കൂട്ടി കൊടുക്കും. അപ്പോഴേക്കും നവ്യ മുത്തശ്ശൻ്റെ അടുത്തോട്ട് ഇങ്ങനെ തുള്ളിച്ചാടി അങ്ങ് പോകും. അന്നേരം ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവളെ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ കുടുംബത്തിനകത്തൊരു കലഹം ഉണ്ടാക്കാം. പഴയ പോലെ തന്നെ അനീതിയും ചേച്ചിയും കീരിയും പാമ്പും പോലെ ആക്കി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോളോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, സ്കൂളിലൊക്കെ പോകണ്ടേ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, മോള് സ്കൂളിലൊക്കെ പോകണം, എന്നിട്ട് നന്നായിട്ട് പഠിച്ച് മിടുക്കിയായി അച്ഛനെ പോലെ തന്നെ കമ്പനികളിലെ തലപ്പത്തെത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ അത് കേട്ടോണ്ട് വന്നേ. അപ്പോൾ നവ്യ ചോദിക്കും, ആ ഇവളെ മാത്രം തലപ്പത്തെത്തിച്ചാൽ മതിയല്ലോ മുത്തശ്ശന്. അന്നേരം അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഈ കൊച്ചിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതിയോ? എൻ്റെ മോനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അവനെ ഒന്ന് പരിഗണിച്ചോ? മുത്തശ്ശൻ അവനെ ഒന്ന് എടുത്തു പോലുമില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ തലയിറക്കാത്ത കുഞ്ഞു കുട്ടികളെ ഒന്നും എടുക്കാറൊന്നും ഇല്ല. വസുന്ധര എടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെയൊന്നുമല്ല, എൻ്റെ മോൻ ഇവിടെ വലിയ പ്രാധാന്യം ഒന്നും ആരും കൊടുക്കുന്നില്ല, ഇവർക്ക് മാത്രം എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് മുത്തശ്ശി ഇങ്ങനെ ചന്ദമോളോട് അവിടെ പോയി കളിച്ചോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിടും. എന്നിട്ട് നവയോട് പറയുന്നുണ്ട്, ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയരുത്, അതിന് വിഷമമാവും എന്ന് പറയുമ്പോൾ, അവൾക്ക് മാത്രമല്ലല്ലോ വിഷമം, ആദർശേട്ടൻ ഇതുപോലൊരു പണി കാണിച്ചിട്ട് ആർക്കും ഒരു കുഴപ്പമില്ല. എനിക്ക് ആ മനുഷ്യനോടിപ്പോൾ വെറുപ്പാണ്. എൻ്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിക്കുകയല്ലേ ചെയ്തത് ഒറ്റ നിമിഷം കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്ക് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആദർശിൻ്റെ ഭാര്യയാണ് നയന, അവൾക്ക് ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, പിന്നെ നിനക്കെന്താ കുഴപ്പം? നീ അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എൻ്റെ അബിയാണ് ഇത് ചെയ്തതെങ്കിൽ എല്ലാവരും വലിയ പ്രശ്നമാക്കിയേനെ. ഇപ്പം ആദർശായതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എന്തും ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ കുറേ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശനൊന്നും ഇങ്ങനെ മിണ്ടുന്നില്ല, ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക. പിന്നെ ആദർശനെ കുറച്ച് ചീത്ത പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോകും. പോയി കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കും, ഇതിനൊക്കെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് മറുപടി പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയും, മറുപടി ഒന്നും പറയണ്ട. അവൾ പറഞ്ഞു കേട്ടോ, ആദർശൻ്റെ സ്ഥാനത്ത് അബിയായിരുന്നെങ്കിൽ പണ്ടേ അവൾ തള്ളിക്കളഞ്ഞതിനെന്ന്. നയന ആയതുകൊണ്ടാണ് ചുമന്നോട് നടക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കണ്ട, മിണ്ടാതിരുന്നാൽ മതി എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയാണ്, എന്നാലും അബി ഇത്രത്തോളം ദുഷ്ടനായി പോയല്ലോ എന്ന്.
അന്നേരം മുത്തശ്ശൻ പറയും, അവൻ ഇനിയുള്ള കാലം ഇങ്ങനെ തന്നെ ജീവിക്കുകയുള്ളൂ, കാരണം അവനെ മനുഷ്യപ്പറ്റില്ലാതെ വളർത്തിക്കൊണ്ട് വന്നത് ജലജയാണ് എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശൻ അതിൻ്റെ കൂടെ എടുത്തു പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം ആദർശിൻ്റെ തലയിലിട്ട് അവൻ ആഘോഷിക്കുകയാണ്. ഇത് എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ, എന്നിട്ട് അവൻ നിലയ്ക്ക് നിർത്തേണ്ടത് എവിടെയാണ് എങ്ങനെയാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഏതായാലും നവ്യ അവിടുന്ന് തിരിച്ചു ചെല്ലുമ്പോൾ മോള് നവ്യയുടെ റൂമിലുണ്ട് കേട്ടോ. മോനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് നവിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നവി ചോദിക്കും, നിന്നോട് ആരടി മുറി കയറാൻ പറഞ്ഞത്? സ്നേഹത്തോടെ തന്നെ പറയുകയാണ്, മേലാൽ ഈ റൂമിൽ കയറിയേക്കരുത്, എൻ്റെ മോനെ കളിപ്പിച്ചേക്കരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ മോളിങ്ങനെ പേടിച്ച് നിൽക്കുവാണേ. അന്നേരത്തേക്ക് നയന റൂമിലേക്ക് വരുന്നേ. അപ്പോൾ നയന ചോദിക്കും, എന്താ ചേച്ചി ഈ കാണിക്കുന്നേ? മോളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് പേടിയാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ പേടിച്ചോട്ടെ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റൂമിൽ കയറുന്നത് എനിക്കിഷ്ടമല്ല, അല്ലാതെ എനിക്ക് അതിനോട് ദേഷ്യമൊന്നുമില്ല. ഈ റൂമിൽ കയറണ്ട എന്നും മോനെ കളിപ്പിക്കേണ്ട എന്നും ചെയ്യരുതെന്നൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ നവ്യ പറയും, ഇതൊരു കുഞ്ഞു മോളല്ലേ, ഇതിന് കുഞ്ഞുങ്ങളെ കാണുന്നതും കളിപ്പിക്കുന്നതൊക്കെ ഇഷ്ടമായിരിക്കും എന്ന് പറയുമ്പോൾ, അങ്ങനെ എൻ്റെ മോളെ കളിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് സന്തോഷിക്കേണ്ട എന്ന് പറയും. അതിൻ്റെ കൂടെ ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ഇത് നിൻ്റെ മോളായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ മോനെ പോലെ തന്നെ കണ്ട് സ്നേഹിച്ചേനെ. പക്ഷേ ഇവൾ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് നിൻ്റെ ജീവിതത്തിൽ ആണിയടിക്കാനായിട്ടാണ്. അത് അംഗീകരിച്ച് തരാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് തന്നെ ഇങ്ങനെ പറയും. അന്നേരം നയന പറയുന്നുണ്ട് കേട്ടോ, എനിക്കതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഇത് പാവം കുഞ്ഞാ, ഇതിനെ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നവ ചോദിക്കുകയാണ് നയനയോട്, നിനക്ക് എങ്ങനെയാണ് നയന ഇതൊക്കെ ഇങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുന്നത്? എനിക്ക് നിന്നോടും ഈ കുഞ്ഞിനോടും ഉണ്ടല്ലോ ദേഷ്യമൊന്നുമില്ല. എനിക്ക് ദേഷ്യം മൊത്തം ആ മനുഷ്യനോടാണ്, ആദർശേട്ടനോട്. ഞാൻ ഇത്രയും നാൾ അയാളെ വിശ്വസിച്ചതാ. ഞാൻ ആദർശേട്ടൻ്റെ പേര് പറഞ്ഞ് അബിയോട് പോലും ഇങ്ങനെ വഴക്കുണ്ടാക്കുമായിരുന്നു. എന്നാൽ അബി ഇതുപോലെ ഒന്നും ഒപ്പിച്ചു വെച്ചിട്ടില്ല. അവന് വിവാഹത്തിന് മുമ്പും ശേഷവും ഒക്കെ ഓരോ പെൺകുട്ടികളോട് ബന്ധമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. എങ്കിലും ഇങ്ങനെയൊന്നും അവൻ കാണിച്ചിട്ടില്ല. ഏതായാലും നിന്റെ ഭർത്താവിനെയൊക്കെ കാളും ഭേദമാ അബി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പറയുക. ഏതായാലും ഇനി നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചാൽ ശരിയാകില്ല എന്ന് അന്നേരം നയന പറയുന്നുണ്ട്. എന്നിട്ട് മോളെയും കൊണ്ട് പുറത്തേക്ക് പോവാട്ടോ. അന്നേരം ആദർശ് ഹാളിലിരിപ്പുണ്ട്. ആദർശിൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, മോനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി റൂമിൽ കയറി ചെന്നതാണ് ചന്തുമോള്. അത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല, മോളെ വഴക്ക് പറഞ്ഞു വിട്ടു എന്ന് പറയും. അപ്പോൾ ആദർശ് മോളെ പിടിച്ച് മടിയിലിരുത്തും. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ മോളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാം. ആരെങ്കിലും നിൻ്റെ മോളല്ലേ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് മറുപടി കൊടുക്കുക എനിക്കറിയാം. അതുകൊണ്ട് മോളിനി വിഷമിക്കേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ നയന പറയും, ദേ അച്ഛൻ്റെ പൊന്നു മോളാണല്ലോ എൻ്റെ ചന്തുക്കുട്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിപ്പിക്കുന്നുണ്ട് മോളെ. അപ്പോഴേക്കും ആദർശ് മോൾക്ക് ഒരുപാട് സങ്കടമൊക്കെ ആയല്ലോ, നമുക്കൊന്ന് പുറത്ത് പോകാം, മോളെ കൊണ്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം, ഇടയ്ക്ക് മോളുടെ അമ്മയുടെ അടുത്ത് കയറി അമ്മയും കാണാം, നീ റെഡിയാകുക എന്ന് പറയും. രണ്ടുപേരോട് അങ്ങനെ പുറത്തു പോവുകയാണ്. ഇതിനിടയ്ക്ക് നയന പറയുകയാണ്, നവ്യേച്ചി ചില സമയത്ത് സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നാൽ. അന്നേരം ആദർശ് പറയും, അവളോട് നീ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, അവളോട് സഹതാപം മാത്രം കാണിച്ചാൽ മതി. കാരണം അവളുടെ കൂടെയുള്ളത് ഒരു കുറുക്കനാണ്. ഇനിയുള്ള കാലം മൊത്തം ഇങ്ങനെ തന്നെ ആയിരിക്കും. അവൻ പലപ്പോഴും അവളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവളുടെ ജീവിതം സേഫ് ആക്കാനാണ് നോക്കേണ്ടത്. ഇനിയിപ്പോൾ എന്തു വേണമെങ്കിലും അവൾ എന്നെ പറഞ്ഞോട്ടെ, നീ അത് മൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ അനഘയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അനഘയുടെ അടുത്ത് ചെല്ലുമ്പോൾ അനഘ ആകെ വിഷമിച്ച് കിടക്കുവാണല്ലോ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, മോളെ ഇപ്പോൾ ഞങ്ങളാണ് വളർത്തുന്നത്. അവളുടെ അച്ഛനും അമ്മയായിട്ട് ഞാനും നയനയുണ്ട്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നതും കളിയാക്കിയൊക്കെയുണ്ട്. എങ്കിലും എനിക്കതൊന്നും പ്രശ്നമില്ല. മോളുടെ അച്ഛൻ ആരാണ് എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇനി അനഘയുടെ വായിൽ നിന്ന് അത് കേൾക്കണമെന്നില്ല. എന്തായാലും അനഘ പേടിക്കേണ്ട. അനഘ മനസ്സിൽ വിചാരിക്കുന്ന എന്തോ നല്ലൊരു ജീവിതം മോൾക്കുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനഘയെ കുറെ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ചന്തുമോൾ കുറച്ചു നേരം അനഘയുടെ കൂടി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് അവരിങ്ങനെ പോയത്. അത് കഴിഞ്ഞ് അവർ അവിടുന്ന് പോയതിന് ശേഷം മോൾക്ക് ഐസ്ക്രീമും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നയന പറയാണ്, ഇത് കഴിഞ്ഞ് നമുക്ക് മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം, അതുപോലെ ടോയ്സും ഒക്കെ മേടിക്കണം എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, കുറേ കളിപ്പാട്ടങ്ങൾ മേടിച്ചു തരാം മോൾക്ക്, അതൊക്കെ ആയിട്ട് മോൾ കളിക്കണം. അതുപോലെ അവിടെ ഒരു മോനില്ലേ, അവനെയും കൂടെ കൂട്ടണം എന്ന് അവൻ്റെയും കൂടെ ഇരുന്ന് കളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ്. നവ്യ എപ്പോഴും സുന്ദരിക്കുട്ടിയായിട്ടല്ലേ ഇരിക്കുള്ളൂ. അതുപോലെ മുടിയൊക്കെ ഈ സുന്ദരി ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അബി അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ കൂടുതൽ സുന്ദരിയാവുകയാണോ? അന്നേരം അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും എനിക്ക് തടി വെച്ചോളേടാ എന്ന് ചോദിക്കും. അന്നേരം തടിയൊന്നും വെച്ചില്ല, ഒരു 10-25 വയസ്സേ ആയുള്ളൂ, ഒന്ന് പ്രസവിച്ചതാണെന്നൊന്നും തോന്നത്തില്ല എന്ന് പറയുമ്പോൾ, ഓ നീ എന്നെ സുഖിപ്പിക്കുകയൊന്നും വേണ്ട എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല അബി നിനക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല തരാം എന്ന് പറഞ്ഞിട്ട് ഇവരാരും ഇതുവരെ ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലല്ലോ, നിനക്ക് അങ്ങനെ ഒരു ചുമതല തരുന്നതിനെ പറ്റി ഇവരാരും പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അബി പറയുകയാണ്, അതങ്ങനെ തരാനാ, ആദർശല്ലേ എല്ലാം ഭരിക്കുന്നത്, ഇനി ആദർശ് തീരുമാനിക്കണം. എന്നേക്കാൾ ഇളയവനല്ലേ അനി, എന്നിട്ട് അവന് 3 ബ്രാഞ്ചിൻ്റെ ചുമതലയാണ് കൊടുത്തിരിക്കുന്നത്, എനിക്ക് മാത്രം ഒന്നും തന്നില്ല
എന്നൊക്കെ പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ട്രസ്റ്റിൻ്റെ തലപ്പത്തുണ്ട് അല്ലെങ്കിൽ ട്രസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ട്രസ്റ്റിലുള്ളത് എന്താണെങ്കിലും ഒരു കാലത്തല്ലേ കിട്ടുള്ളൂ. അങ്ങനെ പോരല്ലോ, നമുക്കും എല്ലാം വേണം. അതുകൊണ്ട് അഭി പോയി ചോദിക്കും മുത്തശ്ശനോട്. എന്നിട്ട് അഭിക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, ഞാനിതെല്ലാം പറഞ്ഞതാ, എന്നിട്ടും അവർ യാതൊരു തീരുമാനവും ആക്കിയിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ പോയി മുത്തശ്ശനോട് പറ എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, ഞാൻ കുറേ തവണ പറയണമെന്ന് ഓർത്തതാണ്, പക്ഷെ മുത്തശ്ശൻ്റെ അടുത്ത് പോയി പറയാൻ ഒരു പേടി, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അങ്ങനെ പേടിച്ചിരുന്ന കാര്യമൊന്നും നടക്കില്ല. നീ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ കേൾക്കും, മുത്തശ്ശൻ അതിനൊരു പ്രാധാന്യം തരും എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. നേരെ നവ്യ പറയുന്നുണ്ട്, അതൊക്കെ നേരായിരിക്കും. മുത്തശ്ശൻ ഉള്ളിടത്തോളം കാലം, ഇപ്പം മുത്തശ്ശൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഭരിക്കുന്നത് ആദർശാണ്. ആ ആദർശേട്ടൻ എന്തെങ്കിലും തന്നാൽ മാത്രമല്ലേ നിനക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അബി, നമുക്ക് പോയി സംസാരിക്കണം. അങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അബി ഇങ്ങ് വാ എന്ന് ഇങ്ങനെ പറഞ്ഞ് വാ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ അബിയെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അനന്തപുരിയിൽ ഇനി അടുത്ത യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.